ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ കെവിനാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശാരികയോട് പറയുന്നുണ്ട്. അതായത് നന്ദനെ പറ്റിയ ഒരു കയ്യബദ്ധം മാത്രമാണിത്. നീ ഈ കാര്യങ്ങളൊക്കെ തന്നെ വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ തന്നെ ശാരിക എന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് എല്ലാ കാര്യങ്ങളും ദേവികയോട് പറയുമ്പോൾ തന്നെ ദേവിക എന്നുണ്ടെങ്കിലും ഗിരീഷിനെ ചീത്ത പറയുന്നുണ്ട്. അതായത് സത്യങ്ങളൊക്കെ തന്നെ എന്തിനു വേണ്ടിയാണ് മറച്ചു വെച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവിക എന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്നത്. ശാരിക എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയ ആ നന്ദനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രത്തിലേക്ക് പോവാൻ നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ദേവിക പറയുന്നുണ്ട്, നീ എവിടേക്കും പോകുന്നില്ല, ഞാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചോദിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചന്ദ്രത്തിലേക്ക് വരികയാണ്. കാര്യങ്ങളൊന്നും സിദ്ധാർത്ഥൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദേവിക വന്ന് പറയണ സമയത്ത് നന്ദനെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ പ്രഭാവതി പറയാണ്, എൻ്റെ മോൻ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് അവന് പറ്റിയ ഒരു കയ്യബദ്ധം മാത്രമാണ്, അവനെ ഒന്നും ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് പ്രഭാവതി കരയണത്. അമ്മയ്ക്ക് അമ്മൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്താലും അതൊരു കുഴപ്പമില്ല, പക്ഷെ ഇപ്പോൾ എൻ്റെ അച്ഛനാണ് ജീവന് വേണ്ടി അവിടെ പോരാടുന്നത്. ഇനി എൻ്റെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നന്ദനോട് ചോദിക്കുന്ന സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അമ്മ ഒന്നും പറയണ്ട, അവരെന്നെ തല്ലിക്കോട്ടെ. ദേവിക, പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെയും സ്പർശിച്ചിട്ടില്ല. നിന്നെ ഞാൻ വഞ്ചിച്ചു എന്ന് മാത്രം പറയരുത്, നീ എല്ലാ സത്യങ്ങളും അറിയണം എന്നെല്ലാം പറയുമ്പോൾ തന്നെ ദേവിക പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങൾ മനുഷ്യത്തില്ലാത്ത ഒരാൾ മാത്രമാണ്. എൻ്റെ അച്ഛനെ എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത്, അത് മാത്രം മതി എനിക്കറിയാൻ എന്നെല്ലാം പറയുമ്പോൾ തന്നെ നന്ദൻ പറയുന്നുണ്ട്, ഞാനിനി ഒന്നും മറച്ചു വെക്കുന്നില്ല, എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ ഇനിയും നിന്നെ വഞ്ചിച്ചു എന്ന് മാത്രം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയാൻ പോവാൻ നിൽക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ പ്രഭാവതി എന്നുണ്ടെങ്കിലും ആകെ പേടിച്ചിട്ട്, വേണ്ട മോനെ വേണ്ട, നീ അത് ചെയ്യരുത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും, ഇല്ല അമ്മേ നീ എന്നെ തടയാൻ നോക്കണ്ട, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഒരു കുറ്റവാളിയായിട്ട് എനിക്ക് പോവാൻ വയ്യ, എൻ്റെ പേരിലുള്ള തെറ്റിദ്ധാരണയും എനിക്ക് ദേവികയോടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റണം, അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങളൊക്കെ തന്നെ ഇനിയും വൈകിപ്പിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ പറയാണ്. അതായത് ഋഷിയെ കൊന്നത് താനാണ്, തനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധം മാത്രമാണത് എന്നെല്ലാം പറയുമ്പോൾ തന്നെ സിദ്ധാർത്ഥൻ ആകെ ഞെട്ടാണ്. വിചാരിച്ചിട്ട് പോലുമില്ലാത്ത ഒരു വലിയ തെറ്റാണല്ലോ നന്ദ നീ ചെയ്തത്, ഇനി എന്താ ചെയ്യുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ പേടിച്ചിരിക്കുന്ന സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഈ ഒരു കാര്യം അമ്മയ്ക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തത്, എനിക്ക് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ട് ഇത്രയും ഒരു കുറ്റവാളിയെ പോലെ ഇവിടെ നിൽക്കേണ്ടി വന്നത്, അല്ലാതെ ഇസബല്ലിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, അവളാണെന്നുണ്ടെങ്കിൽ ഇതാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ പറയായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്, അല്ലാതെ ഇസബല്ലിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്നെല്ലാം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വിപരീതമായിട്ട് ദേവിക പറയാണ്. അതായത് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, എന്നെ ചതിച്ചു, പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഒരു കൊലപാതകം കൂടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, ഇതിനൊന്നും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങളെ ഞാൻ അഴിക്കുള്ളിലാക്കും എന്നെല്ലാം പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ദേവിക അതെന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, പക്ഷെ എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് എൻ്റെ കുറ്റബോധം മാറ്റണമായിരുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് അറിയിക്കണം, അതായത് ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല എന്നൊരു കാര്യം പറയുമ്പോൾ തന്നെ ദേവിക്ക് അതിലൊന്നും തന്നെ സ്നേഹം വരുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ദേവിക എന്നുണ്ടെങ്കിൽ നന്ദനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഐസക്കിനെയാണ് വിളിക്കുന്നത്. ഐസക്കാന്നുണ്ടെങ്കിലും ചന്ദ്രവതി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇതോടുകൂടിയിട്ട് നന്ദനാന്നുണ്ടെങ്കിൽ ഐസക്കിനെ കാണുന്ന സമയത്ത് ഐസക്കിൻ്റെയും ഇസബല്ലിയുടെയും കെവിൻ്റെയും എല്ലാം നാടകം തന്നെ പൊളിയാൻ പോവാണ്. വരാൻ പോണ എപ്പിസോഡ്സിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും എല്ലാവരുടെയും നാടകം പൊളിയാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.